നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഈ ചാനലിന് നൽകുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. 2025 എന്ന പുതുവർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഒരു വർഷം 2025 എന്ന് പറയുന്ന വർഷം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ ഫലങ്ങൾ. ഈ 2025 അശ്വതി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്നുള്ളതിൻ്റെ ഒരു പൊതുവായ രൂപമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷത്തിൽ ചില പ്രധാന ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് നീങ്ങുന്നു. അതുപോലെ തന്നെ വ്യാഴം മെയ് മാസത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നു. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പം രാഹു കേതുക്കൾ സ്ഥാനം മാറുന്നു. രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് പിന്നോട്ടാണ് സഞ്ചരിച്ചത്. മീനത്തിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കും. രാഹുവും കേതുവും നിഴലുകളാണ്. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഭ്രമണപഥങ്ങൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന നിഴലുകളാണ് രാഹു കേതു എന്ന് നമ്മൾ പറയുന്നത്. അസെൻഡിങ് നോഡും ഡിസെൻഡിങ് നോഡും. അപ്പോൾ അത് രണ്ടും രാശി മാറുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാന ഗ്രഹങ്ങൾ സ്ഥാനം മാറുന്നതുകൊണ്ട് രണ്ട് പ്രധാന ഗ്രഹങ്ങളും രണ്ട് നിഴൽ ഗ്രഹങ്ങളും ഈ വർഷം സ്ഥാനം മാറുന്നതുകൊണ്ട് അനുഭവങ്ങളിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് വർഷത്തിൻ്റെ ആദ്യവും അവസാനവും നമുക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പം നമുക്ക് ഫലം പറയുമ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ഫലം പറയുമ്പോൾ വർഷത്തിലെ ആദ്യത്തെ 3 മാസങ്ങൾ ശനി കുംഭം രാശിയിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് അശ്വതി നക്ഷത്രക്കാരുടെ 11ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതിൻ്റേതായ വളരെയേറെ ഗുണഫലങ്ങൾ കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു ഗുണഫലവും കൂടിയുണ്ട്. വർഷത്തിൻ്റെ ആദ്യം ഈ മേടക്കൂറിൽ വരുന്ന അശ്വതി നക്ഷത്രക്കാരുടെ 2ാമത്തെ ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതായത് ധനകാരകനും ഐശ്വര്യദായകനുമായ വ്യാഴഗ്രഹം ധനഭാവത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിൽ ശനി 11ൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ കിട്ടും. ശനി തരുന്ന മേഖലകളിൽ എല്ലാ ഭാഗ്യങ്ങളും കിട്ടും. വ്യാഴം നൽകുന്ന ധനഭാഗ്യവും ജോലിയിലും കുടുംബജീവിതത്തിലുള്ള സൗഖ്യങ്ങളുമെല്ലാം കിട്ടും വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത്. അപ്പോൾ മാർച്ചിൽ മീനൻ രാശിയിലേക്ക് ശനി സംക്രമിക്കുന്നതോടെ 7.5 ശനി ആരംഭിക്കുകയാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ 2.5 വർഷമാണ് പിന്നെ 7.5 ശനി അനുഭവിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ 4.5 മാസത്തോളം വ്യാഴം ധനഭാവത്തിൽ ഇടവൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം മെയ് മാസം 14 ആകുമ്പോഴത്തേക്കും ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് വ്യാഴം സംക്രമിക്കും. പിന്നെ മെയ് 18-ാം തീയതി രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കും. ഈ അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്താണ്? ചുരുക്കത്തിൽ പറഞ്ഞാൽ പല വിഷയങ്ങളെപ്പറ്റിയും ജ്ഞാനമുള്ള ആളുകളായിരിക്കും. പത്രം വായിച്ചാണെങ്കിലും പിന്നെ ഔദ്യോഗിക വിദ്യാഭ്യാസം കുറവാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സാമാന്യമായ അറിവുള്ളവരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ. കുതിരകളാണ് അതിൻ്റെ ചിഹ്നം. അശ്വിനി ദേവന്മാരാണ് ദേവത എന്ന് പറഞ്ഞാൽ ഉത്സാഹവും പല കാര്യങ്ങളിലുമുള്ള ബുദ്ധിയും കൗശലവും എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്വഭാവമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഉള്ളത്. അതുപോലെ തന്നെ കലാരസികതയുണ്ട്. വിനോദപ്രിയത്വം ഉള്ള നക്ഷത്രമാണ്. കുറച്ച് പിടിവാശിയുള്ള സ്വഭാവമായിരിക്കും. കാരണം എന്തെങ്കിലും തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക, നിശ്ചയദാർഢ്യം ഉണ്ടാവുക. പിന്നെന്താണ്, ഭയങ്കരമായിട്ട് ധൃതി വെക്കുന്ന സ്വഭാവം ഉണ്ടാകും. പെട്ടെന്ന് തീരുമാനം എടുക്കണം എന്നുള്ള നിർബന്ധക്കാരായിരിക്കും. അതൊക്കെയാണ്. അപ്പോൾ ഒരു ചില ആളുകളെ സംബന്ധിച്ച് കുറച്ച് എടുത്തിയാട്ടമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ചൊവ്വ കൂടെ ജാതകത്തിൽ അത്തരം ഒരു സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ എടുത്തിയാട്ടം ഉണ്ടാകും. പക്ഷേ കുറച്ച് വിവേകപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും. അവരുടെ വർഷഫലം നോക്കുമ്പോൾ വർഷാദ്യം ഗുണകരമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ശനി 11ലും വ്യാഴം 2ലും നിൽക്കുന്നത് കൊണ്ട് കർമ്മമേഖലയിൽ നല്ല അനുഭവങ്ങളാണ് ഉണ്ടാവുക. അധീശത്വം ആണ് കർമ്മമേഖലയിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫീസറാകുക, നല്ലൊരു സൂപ്പർവൈസറാകുക, നല്ല സൂപ്രണ്ടാകുക, അല്ലെങ്കിൽ നല്ലൊരു മേലധികാരിയാകുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലാണെങ്കിൽ നല്ലൊരു
വ്യവസായ ഉടമയായിട്ട് കൈകാര്യം ചെയ്യുക. കാര്യത്തിലും അതുപോലെ ജീവനക്കാരോട് പെരുമാറുന്ന കാര്യത്തിലും എല്ലാം വളരെ മിടുക്കനായിരിക്കും. അഥവാ നല്ല സാമർഥ്യം പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. എത്ര എതിർപ്പുകൾ വന്നാലും അതിനെയൊക്കെ തട്ടി തകർത്ത് മുന്നോട്ട് പോകാം. കാരണം ശനി 11-ലുണ്ട്, വ്യാഴം 2-ലുണ്ട്. വീട് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് ഈ കാലത്തിൽ സാധിക്കും. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ സമൂഹത്തിൽ ബഹുമാന്യത ലഭിക്കും. ഒരാളോടൊരു കാര്യം ചെയ്യാമെന്ന് ഏറ്റെടുത്താൽ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? പ്രത്യുൽപ്പന്നമതിത്വം, ഗൃഹസൗഖ്യം, ധനപരമായ സ്ഥിരത, മനസമാധാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ആശയങ്ങളൊക്കെ കണ്ടെത്തി അത് മേലധികാരികളോട് സംസാരിച്ച് നമ്മുടെ ആശയം നിയമമാക്കി നടപ്പിൽ വരുത്താൻ, അല്ലെങ്കിൽ ഒരു ആശയം ഫിസിക്കലായിട്ടൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട്, സമൂഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന കാലമാണ്. റോക്കറ്റ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ മിസൈൽ ഗവേഷണ രംഗത്തൊക്കെയുള്ള, പ്രതിരോധ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ കാലഘട്ടമാണ് ആദ്യത്തെ ഈ 3 മാസം. പിന്നെ വിദേശത്ത് പഠിക്കാൻ പോയവർക്കും വിദേശത്ത് ജോലി ലഭിച്ചു പോയവർക്കും അവിടുത്തെ താൽക്കാലിക പൗരത്വം കിട്ടാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ മക്കൾക്കും വിദേശത്ത് പോകാനും പഠിക്കാനും ഒക്കെയുള്ള യോഗം കിട്ടുന്നതാണ്. അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരങ്ങളിൽ നിന്നും ഗുണമുണ്ടാകും. വിദേശത്ത് നിന്നും ധനഭാഗ്യ യോഗം ഉണ്ടാകും. മക്കളുടെ വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാലം ഗുണകരമാണ്. എവിടം വരെ? നന്നായിട്ട് ഗുണകരമാകുന്നത് മാർച്ച് 29 വരെ. അതിനുശേഷം ഏതാണ്ട് മെയ് പകുതി വരെ, മെയ് 14 വരെ, വ്യാഴം മാറുന്നത് വരെ സാമാന്യം ഗുണകരമായ കാലഘട്ടമാണ്. അപ്പോൾ ഈ മാർച്ച് അവസാനത്തിൽ ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് 7.5 ശനിക്കാലം തുടങ്ങുകയാണ്. അവിടെ മുതൽ ഈ പറഞ്ഞ സുഖസൗകര്യങ്ങളിൽ കുറഞ്ഞ് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ വ്യാഴം അവരുടെ 3-ാം ഭാവത്തിലേക്ക് കടക്കുകയാണ്. ദൈവാധീനം വളരെ കുറയും. വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുമ്പം വളരെ ദൈവാധീനം കുറവായിരിക്കും. അപ്പം വ്യാഴത്തിന് ദുസ്ഥാനസ്ഥിതി വരുന്നതുകൊണ്ടും വർഷത്തിൻ്റെ 2-ാം പകുതി മുതൽ കുറച്ചൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴി കൂടെ പോകണം എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ വന്ന് കുറച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ പിന്നീട് മുന്നോട്ട് പോകാവുള്ളൂ. നമ്മുടെ എല്ലാ സ്റ്റെപ്പുകളും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. വഴിതെറ്റിക്കാൻ വേണ്ടി ഒരുപാട് പേര് വരും. നമ്മളെ ജീവിതത്തിൽ നമ്മുടെ മാർഗങ്ങളൊക്കെ അടച്ച് കളയാനായിട്ടൊക്കെ ആൾക്കാർ വരും. അതിനെയൊക്കെ കരുതലോടുകൂടി നേരിടണം. പ്രാർത്ഥനയും ഉണ്ടാവണം. ആരോഗ്യകാര്യത്തിലും ധനത്തിൻ്റെ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ പുലർത്തണം. ആരോഗ്യകാര്യത്തിൽ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക. ധനത്തിൻ്റെ കാര്യത്തിൽ ധനം പാഴായി പോകാതെ സൂക്ഷിക്കുക. ധനം വരുന്നില്ല എന്ന് പറയുന്നില്ല. ധനം ഏറിയോ കുറഞ്ഞോ ഒക്കെ എത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് ബുദ്ധിപൂർവ്വം എങ്ങനെ വിനിയോഗിക്കാൻ സാധിക്കും? നമ്മൾ പണം മുടക്കിയാൽ നമുക്കെന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ആ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വിഷമമുണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാതെ വരാം. പല അവസരങ്ങളും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് അവസരനഷ്ടം ഉണ്ടാകാം. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർ വളരെ ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്ത് ബിസിനസ് ഉറപ്പിച്ച് കൃത്യസമയത്ത് ആ ഇടപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ രാഹു 11-ാം ഭാവത്തിലേക്ക് മെയ് മാസത്തിൽ തന്നെ മാറുന്നത് കൊണ്ട് ശത്രുദോഷം ഒരു പരിധിവരെ കുറയും. രാഹു ചില കാര്യങ്ങളിൽ ഗുണകരമാണ്. രാഹു 11-ൽ വരുമ്പോൾ ധനഭാവത്തിൽ ചില തരത്തിൽ ഗുണകരമാണ്. പെട്ടെന്നുള്ള കുറച്ച് ധനം വരും, പക്ഷേ അതുപോലെ തന്നെ പോവുകയും ചെയ്യും എന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ അതേസമയത്ത് ശത്രുക്കളുടെ പ്രവൃത്തികളെ നല്ലൊരു പരിധിവരെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആരാധനാലയങ്ങളിലെ ആഘോഷത്തിൽ പങ്കെടുക്കും. കേതുവാണെങ്കിലോ ഇവരുടെ 5-ാം ഭാവമായ ചിങ്ങക്കൂറിലേക്കാണ് വരുന്നത്. അപ്പോൾ 5-ാം ഭാവം എന്ന് പറയുന്നത് പുത്രഭാവമാണ്, മനസ്സിൻ്റെ ഭാവമായതുകൊണ്ട് ഈ കേതു 5-ലേക്ക് വരുമ്പോൾ കുറേയേറെ വിഷമങ്ങൾ, മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും. കാരണം വ്യാഴത്തിൻ്റെ ആനുകൂല്യവും ഇല്ല. വ്യാഴം 3-ലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7.5 ശനിയുമാണ്. അപ്പോൾ 7.5 ശനിയുടെ ദുഃഖാനുഭവങ്ങൾ, വ്യാഴത്തിൻ്റെ ദൈവാധീനക്കുറവ്, പിന്നെ കേതു ഇവിടെ നിൽക്കുക 5-ൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മനപ്രയാസം ഉണ്ടാകും. പക്ഷേ വളരെ ദോഷകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുകയില്ല. കാരണം എന്താണ്?
നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് കേതുവാണ്. അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ദശാനാഥൻ കേതുവാണ്. അപ്പോൾ കേതുവിനെ പ്രീതിപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ ദഹന സംബന്ധമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വിവാദം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മൂല്യമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുക, അതിലൂടെ സമൂഹത്തിൽ ബഹുമാനവും ലഭിക്കും. വ്യവസായം നവീകരിക്കാനിടയുള്ള കാലമാണ്. മഹത് വ്യക്തികളുടെ ആശയങ്ങളിൽ നിന്ന് നമ്മൾ അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിലൂടെ ഗുണമുണ്ടാകും. നിലവിലുള്ള വ്യാപാര മേഖല മാറാൻ ഇടയുണ്ട്. ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് മെയ് മാസം വരെ വളരെ അനുകൂലമാണ്. അതിനുശേഷം അവർക്ക് കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും അത് പബ്ലിഷ് ചെയ്യാനൊക്കെ ചില തടസ്സങ്ങൾ വന്നു ചേരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാഹചര്യമുണ്ടാകും. നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധിക്കും. മെയ് മാസത്തിന് ശേഷം ദേഹ അസ്വാസ്ഥ്യങ്ങൾ പലതും വരാനുള്ള സാധ്യതയുണ്ട്. ധനപരമായ വിഷമതകളും ഉണ്ടായേക്കാം. ധനം വരും, പക്ഷേ അത് ചിലവായി പോവും. നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റാതെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്ന് ഇങ്ങനെ പൈസ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാം. വീട് പണിക്കൊക്കെ തുടക്കമിടുന്നവർ അതിനുള്ള പണം നേരത്തെ തന്നെ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാർഷിക മേഖലയിൽ വർഷാദ്യം വളരെ ഉത്തമമാണ്. കാരണം ശനി അനുകൂലമാണ്, വ്യാഴവും അനുകൂലമാണ്. വർഷമധ്യത്തിന് ശേഷം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ദീർഘകാല വിളകൾ ഈ വ്യാഴം എന്ന് പറയുന്ന ഒരു വർഷമാണല്ലോ ഒരു രാശിയിൽ നിൽക്കുന്നത്. അപ്പം വ്യാഴത്തിൻ്റെ ആ നെഗറ്റീവ് ആയിട്ടുള്ള പ്രഭാവം മാറിപ്പോകുന്നത് വരെ എങ്കിലും നമുക്ക് ഏഴരശനിയുടെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എങ്കിൽ പോലും കുറച്ചൊക്കെ ആ വ്യാഴം 4ലേക്ക് വരുമ്പോൾ 3ൽ നിൽക്കുന്നതിനേക്കാൾ ഭേദമാണ്, വലിയ ഗുണകരമല്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ദീർഘകാല വിളകളിൽ ഏർപ്പെടുന്നതാണ് കൃഷിക്കാരെ സംബന്ധിച്ച് നല്ലത്. അലസതയും മടിയൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ അതൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകണം. അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാവുന്ന കുടുംബകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ മാത്രം അഭിപ്രായം പ്രകടനം നടത്തുകയോ ചെയ്യണം. കാരണം അല്ലെങ്കിൽ പിന്നെ അത് തിരുത്താൻ പറ്റാത്ത പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ പരസ്പരം മാനസികമായ അകൽച്ച ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ ജനനം എന്ന് പറയുന്നത് കേതുർദശയിലാണ്. 7 വർഷമാണ് കേതുർദശ. സാധാരണ നമ്മൾ റഫായിട്ട് കണക്ക് കൂട്ടുമ്പം, വെറുതെ ഒരു മനക്കണക്ക് കൂട്ടുമ്പോൾ ആ 7 വർഷത്തിൻ്റെ ഏകദേശം പകുതിയോ ആ രീതിയിലായിരിക്കും കേതുർദശ അനുഭവപ്പെടുന്നത്. പിന്നെ 20 വർഷം ശുക്രദശ, പിന്നെ 6 വർഷം സൂര്യദശ ആദിത്യദശ, പിന്നെ 10 വർഷം ചന്ദ്രദശ, പിന്നെ ചൊവ്വാദശ 7 വർഷം കുജദശ, രാഹുർദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം. ഇങ്ങനെയാണ് അവർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ദശാകാലവും കൂടെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഈ സൂര്യദശ, അതായത് ആദിത്യൻ്റെ ദശാകാലം, കുജദശാകാലം ചൊവ്വയുടേത്, അതുപോലെ തന്നെ വ്യാഴദശാകാലം, ഈ 3 ദശാകാലങ്ങൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണകരമല്ല. അതുകൊണ്ട് ഇതിലേതെങ്കിലും ദശാകാലത്തിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങളും വഴിപാടുകളുമൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. അശ്വതി, മകം, മൂലം ഈ 3 നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അശ്വതി നക്ഷത്രക്കാർ ഭജിക്കേണ്ട ഏറ്റവും പ്രധാന ഈശ്വര മൂർത്തി എന്ന് പറയുന്നത് ഗണപതി ഭഗവാനാണ്. ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരുപാട് പ്രയാസങ്ങൾ അതിലൂടെ മാറിപ്പോകും. ജന്മനക്ഷത്ര തോറും ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും. ഗണപതി ഹോമം അല്ലെങ്കിൽ ഗണപതിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട്, തേങ്ങ ഉടയ്ക്കലോ അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കലോ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എല്ലാ മാസവും ഒരു ദിവസം വഴിപാട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ശനിദശയുടെ ദോഷവും മാറാൻ സഹായിക്കും. അശ്വതി നക്ഷത്രത്തിൻ്റെ നാഥനായ അല്ലെങ്കിൽ അതിൻ്റെ മൂർത്തിയായ ഗണപതിയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ മാറാനായിട്ടും ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ടും വളരെ ഗുണപ്രദമാണ്. അതോടൊപ്പം തന്നെ കേതുപ്രീതികരങ്ങളായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് നല്ലതാണ്. കേതു എന്ന് പറയുന്നത് നക്ഷത്ര ദശാനാഥനാണ്. അതുപോലെ തന്നെ മേടൻ രാശിയിലാണ് അശ്വതി നക്ഷത്രം വരുന്നത്. അതിൻ്റെ രാശിനാഥനായ കുജനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ. അപ്പോൾ ചൊവ്വ പ്രതിനിധീകരിക്കുന്ന ദേവതകൾ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയും ദേവിയുമാണ്. ഇപ്പം ചൊവ്വയുടെ രാശിസ്ഥിതി അനുസരിച്ച് ദേവി ഭാവത്തിൽ വ്യത്യാസം വരാം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെ ഭാവത്തിലും വ്യത്യാസം വരാം. സുബ്രഹ്മണ്യൻ തന്നെ കുടുംബസ്ഥനായിട്ടും അല്ലാതെയൊക്കെ ഉണ്ടല്ലോ, ബാലസുബ്രഹ്മണ്യനായിട്ടൊക്കെ ഉണ്ടല്ലോ. അതിലേതാണ് എന്നുള്ളത് നമ്മൾ ആ
ഗ്രഹം നിൽക്കുന്ന സ്ഥാനം കൊണ്ട് ഊഹിക്കണം, ആ രാശിയുടെ സ്ഥാനം കൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവർ ഈ അശ്വതി നക്ഷത്രക്കാർ രാശിനാഥനായ ചൊവ്വയുടെ പ്രീതികരങ്ങളായ സ്തോത്രങ്ങൾ, സുബ്രഹ്മണ്യ സ്വാമിയെയും ദേവിയെയും ഭജിക്കുക, ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ ദർശനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ഭജനം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ജാതകത്തിൽ ഓജരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യനെ ഭജിക്കണം. യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളി ദേവിയെയാണ് ഭജിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ശനി 12 മാറുന്ന സമയത്ത് ആ ഒരു മാസമെങ്കിലും ശാസ്താവിന് കൃത്യമായിട്ട് വഴിപാട് ചെയ്യണം. തുടർന്നങ്ങോട്ട് എല്ലാ മാസവും നീരാജനം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് എല്ലാ മാസവും പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തെങ്കിലും, ഈ മാർച്ച് മാസം ഏപ്രിൽ മാസമൊക്കെ ഈ ശനി അങ്ങോട്ട് ട്രാൻസിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത്, മാർച്ച് തുടക്കം മുതലാണ് പറഞ്ഞത് കേട്ടോ. കാരണം ശനി എന്ന് പറയുന്നത് വളരെ മന്ദഗ്രഹമായതുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ നേരത്തെ തന്നെ അനുഭവപ്പെട്ട് തുടങ്ങും. ഇപ്പോൾ തന്നെ ഈ രാശിമാറ്റത്തിൻ്റെ പല പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങും. അതുകൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ വ്യാഴം മാറുന്ന സമയത്ത് മഹാവിഷ്ണുവിന് വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. രാഹുകേതുക്കൾ രാശി മാറുന്ന സമയത്ത് സർപ്പദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമാണ്. മഞ്ഞൾപ്പൊടി വാങ്ങിച്ച് സമർപ്പിച്ചാലും മതി. അത്രയും ചെറിയ വഴിപാടാണെങ്കിൽ പോലും അത് മതിയാവും. ദോഷാനുഭവങ്ങൾ നല്ലൊരു അളവ് വരെ മാറിപ്പോവും. നമ്മുടെ മനസ്സിനൊരു ധൈര്യം കിട്ടുകയും ചെയ്യും. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, മനസ്സിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ഏത് ചെയ്യണം ഏത് ചെയ്യേണ്ട എന്നുള്ള ആ വിഷമാവസ്ഥയിലെത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതൊഴിവാക്കാനായിട്ട് ഈശ്വര ഭജനവും വഴിപാടുകളും സഹായിക്കും. പിന്നെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് അശ്വിനി ദേവകളാണ്. അപ്പം ഓം അശ്വിനി കുമാരാഭ്യാം നമ എന്നുള്ള മന്ത്രം നിത്യവും ജപിക്കുന്നതും ഈ സമയത്ത് അവർക്ക് വളരെ ഗുണപ്രദമാണ്. അത് നിത്യവും ജപിക്കാവുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാ ദിവസവും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. കുറഞ്ഞത് രാവിലെയും വൈകിട്ടും 9 തവണയെങ്കിലും ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 9, 18 അങ്ങനെ പല അളവുകളിൽ ജപിക്കാം. 108 വേണമെങ്കിലും ജപിക്കാം. നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് ജപിക്കാനുള്ള സാഹചര്യവും പോലെ ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും അശ്വിനി ദേവകളെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശരീരത്തിനും മനസ്സിനും ബലം കിട്ടാനും രോഗാവസ്ഥകളിൽ നിന്ന് മുക്തി കിട്ടാനൊക്കെ അത് വളരെ ഉപകാരപ്രദമാണ്. അശ്വിനി ദേവകൾ എന്ന് പറയുന്നത് ദേവവൈദ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ രോഗാവസ്ഥകളിൽ നിന്ന് നല്ല മോചനം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ പൊതുഫലങ്ങളായിട്ട് പറയാനുള്ളത്. കുറച്ച് ദീർഘമായി പോയി എങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇത്രയും സൂചിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും ഈ വർഷം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രഹമാറ്റം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ നിങ്ങളുടെ പരിഹാര കർമ്മങ്ങൾ കൊണ്ട് പരിഹരിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.